എടാ നിന്റെ പൈസ ഇപ്പം ആരെടുത്തോണ്ട് ബാങ്കുകാരാ ലോണുകാരാ? ഞാനാണെങ്കിൽ അന്നൊരു മൊബൈൽ ഫോൺ എടുത്തല്ല, നിനക്കറിയാമല്ല. ആ മൊബൈൽ ഫോൺ എടുത്തപ്പം ഞാൻ ലോണിലാണ് എടുത്തത്. അതിനുശേഷം എന്നെ ആ കമ്പനിക്കാർ എനിക്ക് പുതിയ ലോൺ തരാമെന്നും പറഞ്ഞ് വിളിച്ചു. അങ്ങനെ ഞാൻ ലോൺ എടുത്തപ്പം 1 ലക്ഷം രൂപയാണ് ലോൺ എടുത്തത്. അപ്പോൾ എൻ്റെ അക്കൗണ്ട് വഴി, എൻ്റെ ബാങ്കിലെ അക്കൗണ്ട് വഴി 3000 രൂപ മാസം തോറും എടുക്കുമെന്ന് പറഞ്ഞാണ് അവന്മാർ എനിക്ക് ലോൺ തന്നത്. എന്നിട്ട് ഞാൻ ഇങ്ങനെ പൈസ അടച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സുപ്രഭാതത്തിൽ എൻ്റെ നിന്ന് 500 രൂപ വെച്ച് മാസം എടുത്തുകൊണ്ടിരിക്കണം. ഞാൻ ഇത് അറിയണില്ല. എൻ്റെ അക്കൗണ്ടിലാണെങ്കിൽ പൈസ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല. ഒരു ദിവസം ഈ 3000 രൂപ മാത്രം ഞാൻ അക്കൗണ്ടിൽ ഇട്ടിരുന്നു. അന്നാണെങ്കിൽ അവർ പൈസ എടുത്തൂല്ല, 3000 രൂപ എടുത്തൂല്ല. ഞാൻ നോക്കിയപ്പം എൻ്റെ പൈസ പോയിരിക്കുന്നത്, പക്ഷേ ഇവന്മാർ അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ടില്ല. ഞാൻ ബാങ്കിൽ പോയി ചെന്ന് തിരക്കിയപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ നീ പോലും അറിയാതെ നിന്റെ അക്കൗണ്ടിൽ നിന്ന് മാസം തോറും 500 രൂപ പോകുന്നുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? ചാക്കോ, സഞ്ചി എടുക്കും. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ല അല്ലേ? ഇനി ഒരൊറ്റ കാര്യം ചെയ്യാനുള്ളൂ. നീ ആണെങ്കിൽ ഗൂഗിൾ പേ എടുത്തിട്ടുണ്ടല്ലോ, അതിലേ ആട്ടോ പേ എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ആ ഓപ്ഷൻ ഓണാണോ ഓഫാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യണം. ഗൂഗിളിൽ ആട്ടോ പേ, ഗൂഗിൾ പേ 2024 ഡിസംബർ മാസം 22-ാം തീയതി അർദ്ധരാത്രി കൂരിരട്ടിൽ നീ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്ത് വീഡിയോ എന്നല്ലേ? AI. അതിൽ അവർ നിൻ്റെ നിന്ന് പൈസ പിടിച്ചിട്ടുണ്ട്. ഇത് വേറെ കുഴപ്പമൊന്നുമില്ല. 500 രൂപ എന്നല്ലേ നീ എത്ര കളഞ്ഞിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ കാലാവധി ഒരു 150 വർഷം കഴിയുമ്പോൾ അങ്ങ് തീരും. അത്രേ ഉള്ളൂ, നിസാരം. എൻ്റെ അമ്മ, ഈ പൈസ പോയത് എനിക്ക് കിട്ടുമോടെ? ഈ 2024 മുതൽ എൻ്റെ പൈസ പിടിച്ചത് കിട്ടുമോ? അതാ ഇനി ഇതിലെന്തെങ്കിലും മാറ്റാൻ എന്തെങ്കിലും പറ്റുമോടെ? ശരി, പോയത് തന്നെ, അതൊന്നും കിട്ടാനൊന്നുമില്ല. പിന്നെ ഈ ഓട്ടോ പേ അത് ഓഫാക്കിയാൽ മതി, അത്രേ ഉള്ളൂ. വേറെ നിസാര പ്രശ്നം. ഇന്ത്യയിൽ ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. നിന്നെ പോലത്തെ ഒരുപാട് ആൾക്കാർക്ക് ഇതൊരു ഗുണമാണോ ഈ സാധനം. ആപ്പിൾ എടുക്കണം, സൂക്ഷിച്ചെടുക്കണം.